ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെസിൻ ആർട്ടിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആണ്. റെസിൻ ആർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മോൾഡ്, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ റെസിൻ യൂസ് ചെയ്തിട്ടുള്ളൊരു കീ ചെയിനാണ് നമ്മളിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റെസിനാണ്. റെസിൻ എന്ന് പറയുന്നത് ഈ റെസിനും ഹാർഡനറും കൂടെ ചേർന്നിട്ടാണ് നമ്മളതിനെ മിക്സ് ഉണ്ടാക്കുന്നത്, അതായത് ആ ലിക്വിഡ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ പ്രിൻ്റ് നമ്മൾ എടുത്തേക്കുന്ന പ്രിൻ്റ് എന്ന് ഒരു സൈസ് PVC പ്രിൻ്റാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ പേര് PVC പ്രിൻ്റ് എന്നാണ്, അല്ലെങ്കിൽ ഗ്ലോസി പ്രിൻ്റ് എടുക്കുന്നവരും ഉണ്ട്. ഇങ്ങനത്തെ മോൾഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോൾഡിൽ നമുക്കൊന്ന് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ ബബിൾസ് വരും. അപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ പ്രിസർവേഷൻ ആണ്. അപ്പം ഒരു കുട്ടിയുടെ ഫസ്റ്റ് ഹെയർ കട്ടിൻ്റെ ഹെയർ നമ്മളൊരു കീ ചെയിനായിട്ട് പ്രിസർവ് ചെയ്യുവാണ്, ഫോട്ടോസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ലിക്വിഡ് മിക്സ് ചെയ്യേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. റെസിൻ 2 സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡനർ 1 സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പം അതാണ് അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഈ റെസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ കപ്പും സ്പൂണും ഒക്കെ ഉണ്ട്. എനിക്കപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേപ്പർ കപ്പിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമ്മൾ ആവശ്യം കഴിയുമ്പോഴേക്കും എടുത്ത് കളയുവാണ് ചെയ്യാറ്. മെല്ലെ വേണം അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്, കുറേ നേരം എടുത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്, എന്നെങ്കിലേ അത് കറക്റ്റായിട്ട് മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ ടൈം എടുത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു കീ ചെയിനിൽ ഒരു സൈഡിൽ കുട്ടിയുടെ ഫോട്ടോയും മറ്റേ സൈഡിൽ ആളുടെ പേരും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ആദ്യം ആ മോൾഡിലേക്ക് കുറച്ച് റെസിൻ ഒഴിക്കുക. റെസിൻ ഒഴിച്ചിട്ട് ആ ഫോട്ടോസ് വെച്ച് കൊടുക്കാം. ബാക്ക് സൈഡിലെ ഫോട്ടോയും ഫ്രണ്ട് സൈഡിൽ തന്നെ ഫോട്ടോയും കൂടെ ഒരുമിച്ചാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റെസിൻ ഒന്ന് തേച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂർ ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് ശക്കലം പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളത് ചെയ്യുമ്പോഴേക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് ബാക്കി റെസിനും കൂടെ ഒഴിക്കുക. അത് കവർ ആകുന്നത്രയും നമ്മൾ ഒഴിച്ചിട്ട് നമുക്ക് അവിടെ വേണം ഹെയർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ജസ്റ്റ് ഹെയർ ഒന്ന് വെച്ച് സൈഡിൽ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു ചെറിയ കീ ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി അതിൽ നെയിം വരുന്നതുകൊണ്ട് നെയിമിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഹെയർ വരുന്ന രീതിക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഹെയർ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, കാരണം റെസിൻ ഒഴിച്ച് പുറകെ നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളപ്പം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ ആ ഹെയറിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലിറ്ററൊക്കെ വരുന്ന രീതിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കൂടെ തന്നെ ആ ഒരു മുകളിൽ തന്നെ റെസിൻ മിച്ചമുള്ളതുകൊണ്ട് വേറെ ഒരു ഫോട്ടോയുടെ കീ ചെയിനും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് 24 hours എടുക്കും. അപ്പോൾ ഇന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമേ നമ്മൾ എടുക്കാവുള്ളൂ, ഡീമോൾഡ് ചെയ്ത് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് സെറ്റായി കിട്ടത്തില്ല. പിന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പൊടിയൊന്നും കയറാതെ, അത് പ്രാണികളൊന്നും കയറാണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് സെക്യൂർ ചെയ്ത് വെച്ചേക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മളിനി കീ ചെയിനും കൂടെ അറ്റാച്ച് ചെയ്യണം. കുറച്ച് റെസിനിലേക്ക് ഒരു വൈറ്റ് കളറ് പെയിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അപ്പുറത്ത് കാണുന്ന ഒരു വൈറ്റ് കളറ്. അത് സാധാ പെയിൻ്റ് അല്ല, റെസിൻ ചെയ്യുന്ന തന്നെ ഒരു പെയിൻറ്റ് കിട്ടും. അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ വെച്ചിട്ടൊരു കളറിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഈ മോൾഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി ഹോൾസ് ഇല്ല. അപ്പോൾ നമ്മൾ ഹോൾസ് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോഴേക്കും ഹോൾസ് ഉള്ള മോൾഡ് തന്നെ മേടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഹോൾസ് ഇടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷീൻ വെച്ചിട്ടാണ് ഹോൾസ് ഇട്ടേക്കുന്നത്. ഇത് വേറെ ടൈപ്പ് കീ ചെയിൻ ഉണ്ടാക്കുന്ന മോൾഡാണ്, ആൽഫബെറ്റ്സിൻ്റെ. ഇത് ഞാൻ മീഷോയിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുള്ളത്. ഇതിൽ ഓൾറെഡി ഹോൾസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഹോൾസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേ മോൾഡിലാണ് നമുക്ക് എക്സ്ട്രാ ഹോൾസ് ഇടേണ്ട ആവശ്യം. ഇത് നമ്മൾ ഈ ആൽഫബെറ്റ്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള കീ ചെയിനാണ്, കളർ യൂസ് ചെയ്തിട്ട്. അപ്പം ഇങ്ങനത്തെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോൾസ് നമ്മൾ തന്നെ ഇടണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കാണും. അപ്പം നിങ്ങൾ മേടിക്കുമ്പോഴേക്കും സൂക്ഷിച്ച് മേടിക്കുക. അപ്പം ഈ കാണുന്നതൊക്കെ ഈ ഒരു മോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കീ ചെയിനാണ്, ലെറ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയ കീ ചെയിനാണ്. കളേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കളർ കിട്ടിയേക്കുന്നത്. അപ്പം ഈ കാണുന്ന കീ ചെയിനാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ കീ ചെയിൻ്റെ കൂടെ തന്നെ ഒരു റിങ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. ആ റിങ് പോലത്തെ ഐറ്റം നമ്മുടെ ഫോട്ടോയുടെ ആ ഹോളിൽ കൂടെ കയറ്റിയിട്ട് അതിലേക്ക് വേണം നമ്മുടെ കീ ചെയിൻ്റെ റിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഒരു പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ടിരുന്നോളും, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ 3 കീ ചെയിനാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഒരെണ്ണം ഹെയർ വെച്ചിട്ടുള്ളതും ബാക്കി നോർമൽ ഫോട്ടോസ് വെച്ചിട്ട് മാത്രമാണ്. അതായത് PVC ഫോട്ടോയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തന്നേക്കാം. ഇപ്പോൾ ഈ കാണിച്ച പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും അതായാലും കമൻറ്റ് ഇട്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തന്നേക്കാം. പേഴ്സണലായിട്ടാണെങ്കിൽ അങ്ങനെ അയച്ചു തന്നേക്കാം. അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.